ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം. ഇത് ഞാൻ ഇവിടെ നിന്നും സെയിൽ ചെയ്യുന്ന ഇടിയപ്പ പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഇടിയപ്പമാണേ. നമ്മൾ ചമ്പാപ്പം ഇടിയപ്പം പൊടി കൊടുക്കുന്നുണ്ട്, പച്ചരിയുടെ ഇടിയപ്പം പൊടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ കളറ്. അപ്പം ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത് പഞ്ചസാരയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നും കൊടുക്കുന്ന പാം ഷുഗർ പലർക്കും എന്താണ് എങ്ങനെ ഇരിക്കുന്നെന്ന് അറിയത്തില്ലതാ. ഇതാണ് പാം ഷുഗർ. ഞങ്ങൾ സ്ഥിരം ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബോട്ടിൽ തീരാറായി, ഇനി അടുത്ത ബോട്ടിൽ എടുക്കണം. അപ്പൊ അതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതാ നമ്മുടെ സാധാ പഞ്ചസാരയില്ലേ, അതുപോലെ തന്നെ പനയിൽ നിന്നും എടുക്കുന്ന പഞ്ചസാരയാണ്. നമ്മുടെ സാധാ പഞ്ചസാരയിലുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സിനേക്കാൾ കുറവാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ മധുരം തീരെ ഇല്ലാതെ പറ്റില്ല എന്നുള്ളവർക്ക് ചെറിയൊരു ഓപ്ഷനാണ് ഈ പാം ഷുഗർ യൂസ് ചെയ്യാം എന്നുള്ളത്, ഡയബറ്റിക്കാർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഇടിയപ്പത്തിന് മറ്റുള്ള കറികൾ ഇളക്കി കഴിക്കുന്നതിനേക്കാളും പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പുട്ടായാലും, സാധാരണ പുട്ടിന് പഴം, പപ്പടം, കറികൾ എന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് ചൂട് പുട്ടിന് തേങ്ങയിട്ട പുട്ടാണെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് രാവിലത്തെ ഇടിയപ്പമായിരുന്നു. എന്നെ പോലെ നിങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് പറയണേ. അതിനുവേണ്ടിയാണ് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത് തന്നെ. അപ്പോഴേ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും, എന്താണാവോ ബെൻസി കാര്യമായിട്ട് വന്നിരുന്ന. പൊതുവെ ഞാൻ ഇങ്ങനെയുള്ള ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസൊക്കെ വളരെ കുറവാണല്ലോ ഇടുന്നത്. ആഗ്രഹമുണ്ട് കേട്ടോ ചില ടോപ്പിക്കുകളൊക്കെ. ചിലരൊക്കെ ചില ടോപ്പിക്കുകൾ വാട്സപ്പിൽ ഇട്ട് തരും, ബെൻസിക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ, ഞാനിനി എന്തെങ്കിലും പറഞ്ഞാൽ അത് അതേ രീതി ചിന്തിക്കുന്നവരും കാണാം, അല്ലാത്തവരും കാണാം, പിന്നെ അതൊരു തർക്കമാവും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കഴിവതും ഒഴിഞ്ഞു മാറുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. മഴയാണെന്നേ രാവിലെ തൊട്ട് 2-3 ദിവസമായിട്ട്. അതിന് മുമ്പ് നല്ല ഉണക്കായിരുന്നു. ഞാനിവിടെ പറയുകയും ചെയ്തു, ഓണത്തിൻ്റെ ഒരു കാറ്റും വെയിലും ഒക്കെ അടിച്ച് തുടങ്ങിയെന്ന്. അത് ദാ കിടക്കുന്നു. 2 ദിവസമായിട്ട് നല്ല മഴ. എന്നാൽ കണ്ടിന്യൂസ് തൊട്ട് പെയ്യുന്നോ അതുമില്ല, രാവിലെ തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ദിവസം രാവിലെ പോസ്റ്റ് അയക്കാൻ പോയി. പിന്നെ ഒരാൾക്ക് സാധനം കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊണ്ടു കൊടുത്തിട്ട് വന്നു, പോസ്റ്റ് അയക്കാൻ പോയി. അതിനുശേഷം അവിടുന്ന് വീണ്ടും ഒരു സാധനം കൊണ്ടു കൊടുക്കാനായിട്ട് പോകണം. നമുക്ക് അടുത്ത ഏരിയയിലൊക്കെ ഹോം ഡെലിവറി ഉണ്ട്, അങ്ങനെയും പോയി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ധാരാളം പേര് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് നെയ്യൊക്കെ തീർന്നു. അടുത്ത സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പം എത്തുമായിരിക്കും മിക്കവാറും. നെയ്യ്, അതുപോലെ തന്നെ സാമ്പാർ പൊടികൾ ധാരാളം പോകുന്നുണ്ട്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിപ്സിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് സൺഫ്ലവർ ഓയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് അന്ന് ആ വീഡിയോ ഇട്ടതിന് വൈകിട്ട് സൺഫ്ലവർ ഓയിലിൽ തുടങ്ങണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ചുരുക്കം സമയം കൊണ്ട് തന്നെ ആ ചിപ്സ് ഫുൾ ഓർഡറായി. ഒരാൾ പോലും എനിക്ക് സൺഫ്ലവറിൻ്റെ ഓർഡർ തന്നിട്ടില്ല. അപ്പോൾ പിന്നെ ജോസൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, നമുക്ക് മറ്റതിൽ ചെയ്യണ്ട, വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. അതുകൊണ്ട് ചിപ്സ് എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൽ നിന്നും സൺഫ്ലവറിൻ്റെ മാറ്റിയിട്ടുണ്ടെന്ന്. റോഡ് സൈഡിൽ ഒരു വണ്ടി പോകുന്നേ സൗണ്ട്, അത് പോട്ടെ. കുറേ നാളുകൾക്ക് ശേഷമാണ് സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഇങ്ങനെ കാര്യം പറയുന്നത് കേട്ടോ. ബോംബെയിൽ വെച്ച് മിക്കവാറും ചിന്തിക്കുമായിരുന്നു, നാട്ടിലാണെന്നുണ്ടെങ്കിൽ കടയും തുറന്നിട്ടിട്ടുണ്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണങ്ങോട്ട് പോകുന്ന റോഡിൽ കൂടെ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, വീട്ടിലായിരുന്നെന്നുണ്ടെങ്കിൽ എന്നും വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കണം, ഉച്ചയ്ക്കൊക്കെ ഇരിക്കണം എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. ചിന്തിക്കുന്നതിന് നമ്മൾ സ്വപ്നം കാണുന്നതിനൊന്നും ടാക്സ് അടയ്ക്കണ്ടല്ലോ. എവിടാ സിറ്റ് ഔട്ടിൽ രാത്രി വന്നിരിക്കുന്നത് കൂടാഞ്ഞിട്ട് പകൽ പോലും ഒരു ഇച്ചിരി നേരം ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം ഫുൾ അടുക്കളയിലും വർക്ക് ഏരിയയിലുമായിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചിപ്സിൻ്റെ കാര്യം. അന്നൊറ്റ ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡറായി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പം കറിനാരങ്ങ ഇന്ന് നോക്കണം, നല്ലത് കിട്ടുന്നുവെങ്കിൽ. ഇന്നലെ നല്ലതല്ലായിരുന്നു, എനിക്ക് ഫോട്ടോ അയച്ചു തന്നു അവിടുന്ന്. അപ്പോൾ ഞാൻ പറയും, നല്ല പഴുത്ത കറിനാരങ്ങയാണെങ്കിലേ മേടിക്കാവേ, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കയ്പ്പ് കാണും. അതുകൊണ്ട് ഇന്നലത്തേത് നല്ലതല്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് നോക്കണം. കിട്ടുന്നുണ്ടെങ്കിൽ കറിനാരങ്ങ കറി വെക്കണം. ചിപ്സ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്തവരെല്ലാം ഫീഡ്ബാക്ക് തന്നു തുടങ്ങി, ധാരാളം. പ്രത്യേകിച്ച് നെയ്യിനൊക്കെ ഭയങ്കര ഫീഡ്ബാക്കാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴും നിങ്ങളിൽ പലർക്കും ഒരു സംശയമുണ്ടെന്നേ. ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും, എല്ലാവരും വീഡിയോ ഫുള്ള് കാണണമെന്നൊന്നുമില്ലല്ലോ. ഹോം മെയ്ഡാണോ, സാമ്പാർ ഹോം മെയ്ഡാണോ, ചിക്കൻ മസാല ഹോം മെയ്ഡാണോ,
ഗീ ഹോം മെയ്ഡാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ലിസ്റ്റിൽ ഉള്ള എല്ലാ സാധനങ്ങളും ഹോം മെയ്ഡാണ്. ഞാൻ ചെയ്തതും പുറത്തുനിന്ന് എടുത്തതാണെങ്കിൽ നമ്മൾ പോയി കണ്ട് വിശ്വാസമായി ഞാനും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അല്ലാതെ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം എന്നും പറഞ്ഞ് ഇവിടെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ഞാൻ സെയിൽ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മളിവിടെ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മറന്നു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ പല ടോപ്പിക്കുകൾ വന്നിട്ട് മറന്നു പോകും. നിങ്ങൾക്ക് സാധനം എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഓർഡർ തരണം. കൊറിയർ ഓണത്തിൻ്റെ അവധിയുണ്ട്, പിന്നെ ഒരു സൺഡേ ഉണ്ട്. അതുകൊണ്ട് ഓണത്തിന് വേണ്ടി നിങ്ങൾക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഈ ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഓർഡർ തരണം. കൊറിയറുകാർ ബുധനാഴ്ച വരെ ഓർഡർ എടുക്കത്തുള്ളൂ, കൊറിയർ എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കൊറിയർ എടുക്കില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ഓഫീസുകാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 ദിവസം അവർക്ക് ഈ ബുധനാഴ്ച വരെ അയച്ച് കൊടുക്കാനുള്ള സമയമാണ് അവർക്ക്. അതുപോലെ ഇങ്ങോട്ട് വരുന്നതും 2 ദിവസം അവർക്ക് ഇങ്ങോട്ട് ഓഫീസുകളിൽ വരുന്നത് എല്ലാവർക്കും ഡെലിവറി ചെയ്ത് തീർക്കണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ബുധനാഴ്ച വരെയുള്ളൂ കൊറിയർ. അത് കഴിഞ്ഞാൽ വ്യാഴം വെള്ളി നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടിത്തുടങ്ങും. അത് കഴിഞ്ഞാൽ കൊറിയർ അവധിയാണ്, ഓണത്തിൻ്റെ അവധിയാണ്. അതുകൊണ്ട് ഈ 2-3 ദിവസങ്ങളിൽ തന്നെ ഓർഡർ തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം കിട്ടും. കാരണം കൊറിയർ ഇപ്പോൾ ഭയങ്കര, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ചിലത് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴേ, ഞാൻ ഇവിടുന്ന് ഇപ്പോൾ സപ്പോസ് ഇന്ന് എത്രയാണ് ഡേറ്റ്, 29-ാം തീയതി ഞാനൊരു സാധനം അയച്ചാൽ ചിലപ്പോൾ ഇവിടുന്ന് 29-ാം തീയതി തന്നെ ഈ ഓഫീസിൽ നിന്ന് കയറി പോകുന്നുണ്ട്. പക്ഷേ കൊല്ലത്തുനിന്ന് കൊച്ചിയിലെത്തുന്നത്. അപ്പോൾ കൊല്ലത്തുനിന്ന് സാധാരണ അന്ന് വൈകിട്ട് തന്നെ കയറി പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിറ്റേന്ന് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടാണ് കയറി പോകുന്നത്. അപ്പോൾ ഞാനിത് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്നെ ജോ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്താണെന്നറിയത്തില്ല, കൊറിയറിലെ ചേച്ചി എന്നെ ജോ എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു, ജോ അതെന്താണെന്നറിയുമോ, ഇവിടെ തന്നെ ദിവസം ഒരു 70 കൊറിയറുകളിലും വരുന്നുണ്ട്. അതിൽ 50 ഡ്രസ്സുകളാണ്, ഡ്രസ്സിൻ്റെ പാക്കറ്റുകളാണ് മൊത്തം. ഇത് ബില്ലടിച്ചടിച്ചടിച്ച് ഇവരുടെ ഉൾപ്പാട് വരുവാണ്. ഇവർക്ക് ഇത് മൊത്തം ഡെലിവറി ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ കൊറിയറുകാർക്ക് പോലും 2-3 ദിവസമായിട്ടാണ് വരുന്ന കൊറിയറുകൾ അവർ കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ അതുപോലെ അന്നേരം കൊച്ചിയിൽ മെയിൻ ഓഫീസിൽ എത്ര ആയിരിക്കും കെട്ടിക്കിടക്കുന്നത്, അവർ എത്ര ബില്ലടിക്കും ഒരു ദിവസം. ശരിയാണ്, നമുക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല, അവസ്ഥ മനസ്സിലാക്കിയാലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവാതിരിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നാൽ നിങ്ങൾക്ക് സാധനങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി വിദേശത്ത് പോകുന്നവർ, ഓണം കഴിഞ്ഞ് പോകുന്നവരാ പിന്നെ അടുത്ത ആഴ്ച ഓർഡർ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതായത് ഈ വരുന്ന ആഴ്ച ഓർഡർ തരാം, 5-ാം തീയതി അയച്ചാൽ മതിയല്ലോ, 6-ാം തീയതി അയച്ചാൽ മതിയല്ലോ, ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം 15-ാം തീയതി ഒരു 12-13 വരെ പോകുന്നവരുടെ എല്ലാം ഞാൻ സാധനങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അയക്കാത്തവരുടെ 1-ാം തീയതിയോടുകൂടി അയക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടില്ല. കാരണം ഈ 2 ദിവസത്തെ കൊറിയറിൻ്റെ ഓഫീസിൻ്റെ അവധി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിലേ ആവും. കാരണം സാധനങ്ങൾ കുറേ ഇങ്ങനെ കിടക്കുമല്ലേ, ഓണം ആണെങ്കിലും ഇല്ലെങ്കിലും കൊറിയർ അയക്കുന്നവർ അയച്ചുകൊണ്ടിരിക്കുമല്ലോ. സൗണ്ട് ഒരു കാറ്റടിച്ചപ്പം ഷീറ്റിൻ്റെ മേളിൽ വെള്ളം വീഴുന്നതാണ്. പണ്ടൊക്കെയാണെ കേരളത്തിൽ ഇന്ന് അയച്ചാൽ നാളെ കിട്ടുമായിരുന്നു. 95% അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തന്നെ 2-3 ദിവസം എടുക്കുന്നുണ്ട് കൊറിയർ കിട്ടാനായിട്ട്. പിന്നെ ഹോം മെയ്ഡ് സാധനങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഉപയോഗിച്ച് ആദ്യമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. നെയ്യാണെങ്കിലും എടുത്തത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് എടുത്തത്. പാം ഷുഗർ ആണെങ്കിലും പനങ്കൽക്കണ്ടം ആണെങ്കിലും ഇപ്പോൾ പുതിയ കുറേ പ്രോഡക്റ്റുകളുണ്ട് നമുക്ക്. ക്രിസ്ത്യൻ അടുത്ത സ്ഥലത്തോട്ട് പോകാനൊക്കെ വേറെ റെഡിയാവുന്നു. ഇനിയിപ്പോൾ കൊറിയർ രാവിലെ തൊട്ട് തുടങ്ങാൻ ഡ്യൂട്ടിയാണ് ക്രിസ്ത്യൻ്റെ. അടുത്തത് കൊറിയർ അയക്കാൻ പോകുന്നു. രാവിലെ തൊട്ട് മഴയായതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ അകത്തോട്ട് പോട്ടെ, ഇവിടെ മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അകത്ത് പോയി ബാക്കി വീഡിയോ എടുക്കാം. ചിപ്സ് ദിവസം സമയമില്ലാത്തതുകൊണ്ട് ചിലത് പാക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ബാക്കി കടയിൽ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മുടിയൊക്കെ അഴിച്ചിട്ട കാലം മറന്നു. രാവിലെ തൊട്ടേ രാത്രി വരെയും ക്യാപ്പ് തലയിലല്ലേ, അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് മുടി കൊഴിയുന്നുമുണ്ട്. മുടിയെ ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല, നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. ഞാനേ അകത്ത് വന്നു, പുറത്ത് മഴയുടെ ഭയങ്കര സൗണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വ്ളോഗ് ഇട്ടപ്പം കറക്റ്റല്ലേ പൊസിഷൻ? ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം വ്ളോഗ് ഇട്ടപ്പോൾ അടുപ്പിച്ച് 2-3 ഇട്ടല്ലോ. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ കുറേ പേര് അതിൽ ഒരെണ്ണം വായിച്ച് ഞാൻ ചിരിച്ചു. നന്നാവാൻ തീരുമാനിച്ചു അല്ലേ,
കാരണം വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടുണ്ടേ. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ കൂടെയുള്ള കുറേ പേര് ഇപ്പം വാട്സപ്പിലുണ്ട്. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, ബെൻസി ഒരു കാര്യം ചെയ്യൂ, ഭയങ്കര ലോങ് വീഡിയോ ഇടണമെന്നില്ല, കുക്കിംഗ് വീഡിയോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വന്നൊരു 5 മിനിറ്റ് ഞങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ചാൽ മതി, അത്രയെങ്കിലും ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുന്നുണ്ട് എങ്കിലും ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഞങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ചിരുന്നാൽ ഞങ്ങൾക്ക് ഒരു സന്തോഷമാവും, അല്ലെ ഇടയ്ക്ക് ലൈവ് പോകാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒന്നാമതേ വലിയ നോളജ് കിട്ടുന്ന വ്ളോഗൊന്നും അല്ല ഞാൻ ഇടുന്നത്, സ്പെഷ്യൽ കുക്കിംഗ് അങ്ങനെയൊന്നും കാണാറില്ല, ഞങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വ്ളോഗാണ് സാധാരണ ഇടുന്നതും. അപ്പോൾ ഒരു വ്ളോഗെന്ന് പറയുമ്പോൾ നിങ്ങൾ സമയം നിങ്ങളുടേത് എന്താണ് കളഞ്ഞ് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ അത്രയും സമയം കളയുമ്പോൾ എന്തെങ്കിലും കാഴ്ചയ്ക്ക് വേണ്ടി കണ്ണിന് കുളിർമയുള്ള എന്തെങ്കിലും കൂടെ വേണ്ടേ. വലിയ കുളിർമയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഭയങ്കര എഡിറ്റിങ്ങോ അങ്ങനെയൊന്നും എനിക്കില്ല, ഭയങ്കര നല്ല ക്യാമറ അങ്ങനെയൊന്നുമില്ല. എങ്കിലും എൻ്റെ ഒരു ചിന്ത കുറച്ചെങ്കിലും കാഴ്ചയ്ക്ക് എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ടാണ് ഒരു വ്ളോഗായിട്ടിടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയൂ, അങ്ങനെ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇട്ടാൽ മതിയോ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇതും കൊണ്ടാണ് കേട്ടോ, കാരണം എന്നാൽ ഒരു വ്ളോഗായിട്ട് ഇടാൻ എനിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസമാണ് എനിക്ക് സമയം ചിലവാകുന്നത്. രാവിലെ എഡിറ്റിങ്ങിന് ഇരുന്നാൽ തലേന്ന് രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും, രാവിലെ വോയിസ് ഓവർ കൊടുക്കും, ഉച്ചയോടത് അപ്ലോഡ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പറയൂ എങ്ങനെ വേണം, അങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങളത് സംസാരിച്ചിരിക്കാൻ വേണ്ടി വരണോ, അതോ വ്ളോഗായിട്ട് വേണോ? റെസിപ്പി മാത്രമായിട്ട് ഇട്ടാൽ പലർക്കും കാണാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസിപ്പി മാത്രമായിട്ട് ഇടാത്തത് കേട്ടോ. ഇപ്പോൾ പിന്നെ അതിന് സമയവും കിട്ടുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നേ, കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിച്ച എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ചിലർ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു 1/4 കിലോ സാധനം മതി, അത് മാത്രമായിട്ട് അയച്ചു തരും. അയ്യോ 1/4 കിലോ ആയാലും 100 ഗ്രാം ആയാലും നിങ്ങൾ പറയുന്നത് ഞാൻ അയച്ചു തരും. പിന്നെ കേരളത്തിൽ 100 ഗ്രാം തൊട്ട് 1 കിലോ വരെ ആണെങ്കിലും 60 രൂപ കൊടുത്തേ പറ്റത്തുള്ളൂ. കേരളത്തിന് പുറത്തോട്ടാണെങ്കിലും 100 ഗ്രാം തൊട്ട് 1 കിലോ വരെ ആണെങ്കിലും 130 രൂപ കൊടുത്തേ ഒക്കത്തുള്ളൂ. ചിലയിടത്തോട്ട് 120, ചിലയിടത്ത് 130. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണക്കാക്കി നിങ്ങൾ എത്ര പറഞ്ഞാലും 100 ഗ്രാമോ 1/4 കിലോയോ 1/2 കിലോയോ 10 കിലോയോ എത്ര പറഞ്ഞാലും ഞാൻ അയച്ചു തരും. കാരണം എൻ്റെ ജോലി ഇതാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരിക എന്നുള്ളതാണല്ലോ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. ഇപ്രാവശ്യം പലരും ചോദിച്ചു എന്താണ് പുളിയിഞ്ചി ചെയ്യാൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നല്ലോ. ഞാൻ ചെയ്യാഞ്ഞതിൻ്റെ കാര്യം, ഞാൻ പുളിയിഞ്ചിയുടെ റെസിപ്പി നെറ്റിൽ നോക്കി ഒരു കോമൺ ആയിട്ടുള്ള ഒരെണ്ണമായിരുന്നു സെലക്ട് ചെയ്തത്. അത് കൂടുതലും പാലക്കാട് സൈഡ് തൃശ്ശൂർ അങ്ങോട്ടുള്ളൊക്കെ പുളിയിഞ്ചിയായിരുന്നു സദ്യ സ്റ്റൈല്. എൻ്റെ വീട്ടിൽ പുളിയിഞ്ചി ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്, പുളിയിഞ്ചി എന്ന് പറയാറില്ല. ഇഞ്ചിക്കറി വെക്കുന്ന രീതി ഇങ്ങനെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് അമ്മ കുടംപുളിയൊക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ അങ്ങനെ ഒരു രീതി കറി രൂപത്തിലാണ് എൻ്റെ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അന്ന് സെലക്ട് ചെയ്തത്, ഞാൻ ഓൾറെഡി സ്റ്റാറ്റസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ന രീതിയിലുള്ളതാണ്, റെസിപ്പി ഉൾപ്പെടെ ഇത് വാളംപുളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇഞ്ചി വറുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചുരുക്കം ചിലർ ഇതല്ല പ്രതീക്ഷിച്ചേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഇത്, കാരണം പല നാട്ടിലും പല രീതിയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം വേണ്ടാന്ന് വെച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നാൽ ആ കറി ഇഷ്ടപ്പെട്ട പലരും ഉണ്ട് കേട്ടോ, കാരണം കുറേ പേര് ഞാനത് ഫ്രിഡ്ജിൽ വെക്കണേന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയോളം പുറത്ത് വെച്ചാണ് ബെൻസി ഉപയോഗിച്ചത്. കാരണം ഇഞ്ചിക്കറി എന്നൊക്കെ പറയുമ്പോൾ ചുരുക്കം എത്രയായിരുന്നു, 150 1/4 കിലോയോ അങ്ങനെ ആയിരുന്നു ഞാൻ കൊടുത്തതെന്ന് തോന്നുന്നു, അതോ 150 300 അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അത് പലരും ഫ്രിഡ്ജിൽ വെക്കേണ്ടി വന്നില്ല, പുറത്ത് തന്നെയാണ് വെച്ചത്, ഒരു കുഴപ്പമില്ലായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേരുണ്ട്. അത് ശർക്കരയൊക്കെ യൂസ് ചെയ്തിട്ടേ, എൻ്റെ വീട്ടിലാണെങ്കിൽ ശർക്കര ഒന്നിനും യൂസ് ചെയ്യത്തില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടിലൊരു കോട്ടയം സ്റ്റൈൽ കുക്കിംഗ് ആണ്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു ഈ ശർക്കര പഞ്ചസാരയൊക്കെ ഒന്നിനും ഉപയോഗിക്കാറില്ല കേട്ടോ, അധികം കറികൾക്കൊന്നും. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ എനിക്കത് വേണ്ടാന്ന് വെച്ചത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തേനേം കേട്ടോ. പിന്നെ ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത്തിരി ഒന്ന് ചെയ്ത് തരാമോ എന്ന്. കുറച്ചായിട്ട് ചെയ്താൽ അത് എൻ്റെ സമയവും നഷ്ടം, എനിക്കതിൽ നിന്ന് ഒരു ലാഭവും കിട്ടാനില്ല. പിന്നെ അതല്ല, ഞാൻ ലാഭം നോക്കി പലപ്പോഴും ചെയ്യാറില്ല. കാരണം പലരും എൻ്റെ അടുത്ത് ഒന്ന് ചെയ്ത് തരാമോ എന്ന് ചില കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എൻ്റെ ലാഭമേ നോക്കാറില്ല. കാരണം അത് ഞാൻ ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ചോദിക്കുന്നത് എന്നുള്ളൊരു ചിന്തയോടെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അതിനും സമയമില്ലാത്തതുകൊണ്ടാണ്. ഇത്രയും ദിവസങ്ങളിൽ അയച്ചതിൻ്റെ റിവ്യൂസ് ധാരാളം വരുന്നുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷം.
എന്താണ് പറയുന്നത്, ഞാൻ സാധാരണ റിവ്യൂ വോയിസ് ആയിട്ടും മെസ്സേജായിട്ടും ധാരാളം വരാറുണ്ട്. ഞാൻ ഡെയിലി അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല. എന്താണ് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും നമ്മുടെ സ്റ്റാറ്റസ് ആയാലും ഇടയ്ക്കൊക്കെ ഒന്നും ഇടാനില്ലാത്തപ്പോഴാണ് ഓരോ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ റിവ്യൂ വന്നത് എടുത്തിടുന്നത് കേട്ടോ. അത് ഡെയിലി നിങ്ങളായിട്ട് വെറുപ്പിക്കാറില്ല, ഡെയിലി ഒരെണ്ണം അങ്ങനെയാണ്. ആ 24 hours വരെ പിന്നെ അത് തന്നെ ആയിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഇടാറുള്ളൂ. ഇടാനാണെങ്കിൽ ധാരാളം വോയിസും അതുപോലെ തന്നെ റിവ്യൂസും ഒക്കെ ഇഷ്ടം പോലെ. ഇന്നലെ 1-2 ദിവസം രാത്രിയിൽ ഞാൻ 1 മണി 2 മണിക്കൊക്കെ റിപ്ലൈ കൊടുത്തത് കൊണ്ട് കേട്ടോ, കാരണം സമയമില്ല എന്നിട്ട്. പക്ഷെ ആർക്ക് റിപ്ലൈ തരാതിരിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എന്തൊക്കെ കട്ട് ചെയ്യണം കട്ട് ചെയ്യേണ്ടെന്ന്. അപ്പോൾ ഇത്രയാണ് വിശേഷങ്ങൾ കേട്ടോ. അത്യാവശ്യം സാധനം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോണേ, അത് പറയാൻ വേണ്ടിയാണ്. അത്രയും ഞങ്ങൾക്കും ഒരു എന്താണ് ആശ്വാസമാകും. പെട്ടെന്ന് അയച്ചു വിട്ടാൽ എല്ലാം കൂടി. കഴിഞ്ഞ വർഷം ലാസ്റ്റ് 2 ദിവസമായിരുന്നു എല്ലാവരുടെയും കൂടെ ഓർഡർ വന്നിട്ട് തകൃതിയായിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു ലാസ്റ്റ് 2 ദിവസം. ഇപ്രാവശ്യം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം എന്തുണ്ടെങ്കിലും കമന്റ് ഇടണം. പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിച്ചവർ ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ ഇഷ്ടംപോലെ മെസ്സേജ് ഇടുന്നുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിലൂടെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും, ഇവർ ജെനുവിനാണോ. ഞാൻ ഈ പറയുന്നതല്ലാതെ നിങ്ങൾ കൂടി പറയുമ്പോൾ എൻ്റെ ബിസിനസ് നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇന്ന് വരെയും ഞാൻ എങ്ങും പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. നമ്മുടെ ചാനലിൽ കൂടി എന്തെങ്കിലും പറയുന്നു അല്ലാതെ ഒരു ചാനലിലും ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അപ്രോച്ച് ചെയ്യാറില്ല. എൻ്റെ ഇൻ്റർവ്യൂ എടുക്കണമെന്നും പറഞ്ഞ് പോകാറില്ല. ഒന്നിനുമില്ല. നിങ്ങൾ തന്നെയാണ് എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് തരുന്നത്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ധാരാളം പേര് ബെൻസിയുടെ ഇന്ന ആൾ മേടിച്ചിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ആ മേടിച്ച് ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്തു, അങ്ങനെ പറഞ്ഞ് ധാരാളം പേരിപ്പം വാങ്ങുന്നുണ്ട്. അതാണ് ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മൗത്ത് പബ്ലിസിറ്റി അതാണിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് വായിച്ചിട്ടും പുതിയതായിട്ട് വരുന്നവർ, യൂട്യൂബിൽ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവർ കമൻറ്റ് വായിക്കുമ്പോൾ ഇവരുടെ സാധനം നല്ലതാണ് കേട്ടോ, ഇത്രയും പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരും. കാരണം ഞാൻ ഈ വോയിസും ഇപ്പം വേണമെങ്കിലും എത്ര വോയിസ് കേൾപ്പിക്കാമെന്നോ, ഈ വോയിസും ഈ മെസ്സേജുകളും ഇടുന്നതിനൊരു പരിധിയുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ കമൻറ്റുകളാവുമ്പോൾ അത് വായിക്കുന്നവർക്ക് ഭയങ്കര ഇനി എനിക്കറിയത്തില്ല, വാട്സപ്പിലാവുമ്പോൾ ആരും കാണുന്നില്ല, പബ്ലിക്കായിട്ട് കമൻ്റ് ഇട്ടാൽ ഇനി ആരെങ്കിലും കാണുമോ, കണ്ടാൽ എന്ത് ചിന്തിക്കുമോ എന്നുള്ള അങ്ങനെയുള്ള ചിന്തയുള്ളവരും കാണുമായിരിക്കാം. അങ്ങനെയുള്ളവരെ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണല്ലോ, അതൊക്കെ ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം എനിക്കറിയാം ഡെയിലി എൻ്റെതിൽ എത്രത്തോളം മെസ്സേജുകൾ വരുന്നുണ്ടെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ, എത്രത്തോളം റിവ്യൂ ആണ് വരുന്നതെന്ന്. അതാണ് എൻ്റെ കോൺഫിഡൻസും. എൻ്റെ സാധനങ്ങൾ വിൽക്കാനുള്ള എൻ്റെ കോൺഫിഡൻസ് അതാണ്. നിങ്ങളാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആ കോൺഫിഡൻസ് നിങ്ങളാണ് എനിക്ക് തന്നത്. കാരണം അതുപോലുള്ള വാക്കുകളാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ യൂട്യൂബിൽ കമൻറ്റിൽ അങ്ങനെ ആരും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. കമൻറ്റ് ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന്. അപ്പം ഇതുപോലെയുള്ള വീഡിയോ, നമ്മൾ സംസാരിച്ചിരിക്കുന്ന വീഡിയോ വേണോ അതോ കുക്കിംഗ് വ്ളോഗ് മാത്രമായിട്ട് വേണോ എന്നൊക്കെ ഒന്ന് പറ. അങ്ങനെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ഇതുപോലെ കാണാൻ വരാമേ. ബൈ, ഗോഡ് ബ്ലെസ് യു.